ഇപ്പോഴത്തെ ഒരു ന്യൂസ് ആണെങ്കിലും ഏത് ന്യൂസ് ആണെങ്കിലും ഇൻക്ലൂഡിങ് ഹേമ കമ്മീഷൻ. ഞാൻ സത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു കഴപ്പ്. അപ്പം അതുകൊണ്ട് എനിക്ക് സിനിമ കിട്ടിയില്ലെങ്കിൽ കിട്ടണ്ട. എനിക്ക് എന്നെ വാതിൽ മുട്ടിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആരാന്നറിയില്ല. ഞാനപ്പോൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പലരുടെയും ഫാമിലിയും കൂടെ ബാധിക്കുന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ ആ സമയത്ത് ഈ ഫീൽഡിൽ ഇല്ലായിരുന്നു. എന്നാൽ ആ വീഡിയോയിൽ അതൊന്നും ഇല്ല. നിങ്ങൾ എടുത്തൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ആ വീഡിയോയിൽ അങ്ങനത്തെ ഒരു സംഭവമില്ല. ഒരു ഹോട്ടലിൽ ഒരു ഷൂട്ടിങ്ങിന് താമസിക്കുമ്പോൾ രാത്രി കുറേ നേരം വാതിലിൽ മുട്ടി. ആരാന്ന് ഞാൻ നോക്കാൻ പോയില്ല. ഞാൻ റിസപ്ഷനെ വിളിച്ച് പറഞ്ഞു, എന്താണ് ഇപ്പം ആരെങ്കിലും പോയി റൂമിൽ കയറി അങ്ങ് റേപ്പ് ചെയ്യാൻ പോകണോ? കൂടെ കിടന്നു കഴിഞ്ഞാൽ നിനക്ക് അടുത്ത റോള് തരാം ഇങ്ങനെ പറയുന്നു. ഇതൊക്കെയാണ് ആ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. റോള് തരണമെന്ന് അങ്ങനെ പറഞ്ഞാൽ അടുത്ത ദിവസം റോള് വേണ്ടെന്ന് വെക്കുക. അപ്പം എല്ലാവരും നല്ല കുട്ടികളായിരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ ഈ ലോകത്ത്? അവർ ചിലപ്പോൾ പലരും ചോദിച്ചെന്നിരിക്കും, ചിലപ്പോൾ ചോദിച്ചില്ലെന്നിരിക്കും. വളരെ അല്ലാത്തവരുണ്ടാവും. ചോദിക്കുമ്പോൾ നമുക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ ആവണം ഇല്ല. ഒന്ന് സുഖിപ്പിച്ച് രാവിലെ സംസാരിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ കിടക്കണമെന്ന് തന്നെ ഇല്ലെന്ന് തോന്നുന്നു അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ ഹേമ കമ്മീഷൻ ബേസ്ലെസ് ഞാൻ പറയും. കാര്യം എനിക്കും ദുരനുഭവങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇത്രയും വെളിപ്പെടുത്തണമെങ്കിൽ ഞാൻ അപ്പോൾ വെളിപ്പെടുത്തുമായിരുന്നു. മറയില്ല, ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല. ഇത് വളരെ കഷ്ടപ്പാടുള്ളൊരു പ്രൊഫഷനാണ്. നമുക്കിങ്ങനെ ഒരു കാട്ടിൽ പോയി ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബാത്റൂം വേണമെന്ന് പറയാൻ പറ്റില്ല. പ്രൊഡ്യൂസർ എത്ര വലുതാണെങ്കിലും ക്യാരവനൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒരു മരത്തിൻ്റെ ബാക്കിൽ പോയി ലൈക്ക് ബേസിക് നെസസിറ്റീസ് സാധിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഞാൻ പല സിനിമയിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊന്നും ആരും തുണി മാറ്റിയിട്ട് ഇട്ട് നോക്കിയിട്ട് അയ്യോ തുണി മാറുകയാണെന്ന് നോക്കി ആസ്വദിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ മരത്തിൻ്റെ ബാത്റൂമിൽ ഇപ്പോൾ യൂറിൻ പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ വന്ന് അത് ആസ്വദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് ഇവർ പറയാതിരിക്കുന്നു? ഇവരാരെ പേടിക്കുന്നു? ഇത്രയും ഗവൺമെന്റ് സിസ്റ്റം. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അത് അവരുടെയും കൂടെ ആവശ്യമായിരുന്നില്ലേ? അതിപ്പോൾ ഈ ശാരീരിക ബന്ധം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, ആണും പെണ്ണും തമ്മിൽ ഉള്ളൊരു സംഭവമാണ്. ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ നമുക്ക് ഇന്ന് റൂം സ്പെൻഡ് ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്താൽ ഉറപ്പായിട്ട് തരാം. എനിക്ക് ആ സിനിമ കിട്ടും എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ആ വ്യക്തിയോടെ കിടക്കാനും പറ്റില്ല. ആൾക്കാരെന്ത് വിചാരിക്കുമോ? അപ്പോൾ അവൾ കുറേ കിടന്നിട്ടുണ്ടാവും. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരു അതിഥി ഒരു നർത്തകിയാണ്, ഒരു ചാനൽ അവതാരികയായിരുന്നു, പിന്നെ എന്താ പറയുക, ഒരു വലിയൊരു ആങ്കർ ആയിരുന്നു, ഒരു വലിയൊരു സിനിമാ നടിയാണ്, ഒരു സിനിമ പ്രൊഡ്യൂസറാണ്. ഇത്രയും പോരെ? വേറെ ആരുമല്ല, വളരെ കുറച്ച് നാളുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിലേക്കൊക്കെ വളരെ ശക്തമായ ക്യാരക്ടറുകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഇടയിൽ ഇടം പിടിച്ച നമ്മുടെ സ്വന്തം നമ്മുടെ ദേവി ചേച്ചിയാണ്. നമസ്കാരം. കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങുകയാണ്. മാഡത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാർ പറഞ്ഞത് എന്ത് വേണമെങ്കിലും ചോദിച്ചോ, കറക്റ്റ് ചോദ്യമാണെങ്കിൽ ഉത്തരങ്ങളുടെ പെരുമഴയായിരിക്കും എന്ന് പറഞ്ഞത്. എന്താണ് വിശേഷമൊക്കെ? സുഖമായിരിക്കുന്നു? സുഖം. വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള, സ്ട്രെസ് റിലീഫ് ആയിട്ടുള്ള, എല്ലാ കമ്മിറ്റ്മെന്റ്സും തീർന്ന് സ്വസ്ഥമായിട്ട് അമ്മയുടെ കൂടെ ഒതുങ്ങി ഒരു സൈഡിൽ. പക്ഷെ അങ്ങനെ ഒതുങ്ങിയിരിക്കേണ്ട ആളല്ല. അല്ല, അങ്ങനെ ഒതുങ്ങിയിരിക്കുന്നില്ല. വളരെ ഒരു കംഫർട്ട് സോണിൽ ഇപ്പൊ ജീവിക്കുന്ന. അതെ, നാട്ടിൽ തന്നെ. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് പോവാണ്. നമ്മൾ ഇപ്പോൾ ഒരു ചെറുപ്പത്തിലെ നമുക്ക് വീട്ടിലൊക്കെ അത്യാവശ്യം സിനിമ എന്നൊരു സ്വപ്നത്തിലേക്ക് നമുക്ക് പോവാതിരിക്കുന്നൊരു ചുറ്റുപാടുള്ളൊരു ജീവിതം. അവിടെ നിന്ന് നമ്മൾ ആ ചെറുപ്പത്തിലെ ചെറിയൊരു ഡാൻസും നാട്ടിൻപുറത്ത് അമ്പലത്തിലെ പരിപാടിയിലൊക്കെ അവിടെ നിന്ന് നേരെ പിന്നെ അവിടെ നിന്ന് കുറച്ചൊരു വളർച്ചയായിരുന്നു. മഴ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എത്തി. ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? അതിങ്ങനെയൊന്നും അല്ല. ഞാൻ പറഞ്ഞ പോലെ ഒന്നല്ല, എന്റെ പ്ലാനിങ് മൊത്തം തെറ്റി. അപ്പൊ എങ്ങനെയായിരുന്നു കാര്യം? ഞാൻ വളരെ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ എഡ്യൂക്കേഷൻ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു ഫാമിലിയുടെ എൻ്റെ ചേട്ടനുണ്ട്, ഞാൻ ഇളയാള്. ഞാൻ അങ്ങനെ അബദ്ധവശാലെന്നോ നല്ലതെന്നോ എന്ന് പറയാം, ഞാൻ 19ാമത്തെ വയസ്സിൽ 18 വയസ്സ് കഴിഞ്ഞപ്പോഴേ കല്യാണം കഴിക്കുന്നു. ശരി. അതുവരെ ഞാനൊരു നർത്തകി മാത്രമാണ്. അതായത് അമ്പലങ്ങളിലൊക്കെ ഈ പറഞ്ഞതുപോലെ അതുവരെ ശരിയാണ്. 19ാമത്തെ വയസ്സായപ്പോഴത്തേക്ക് എനിക്ക് പഠിത്തം തുടരുകയായിരുന്നു. ഞാൻ LLB ചെയ്യായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അബദ്ധവശാൽ, ഇതെല്ലാം അബദ്ധമാണെന്ന് പറയാം, ഞാൻ കോമ്പയറിങ്ങിലേക്ക് കടക്കുന്നു. ശരി. എനിക്ക് എന്ത് കോമ്പയറിങ് എന്തെന്നറിയില്ല. എനിക്ക് ഈ ക്യാമറ പണ്ട് എന്തോ ഒരു ഡാൻസ് കൊണ്ടായിരിക്കും ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാൻ അത് നോക്കാറില്ല അവിടെ ഉണ്ടെന്ന്, ക്യാമറയൊക്കെ ഉണ്ടെന്നേ. പക്ഷെ ഈ മലയാളം ഞാൻ ചെയ്യുന്നത് പാട്ടുപെട്ടി എന്നൊരു സംഭവമാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ എന്തോ ഒരു ഭാഗ്യവശാൽ ആ പ്രൊഡ്യൂസറിന് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു എന്നെ മാറ്റാൻ. ആ സമയത്ത് അവർ ആരും ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഞാൻ വളരെ കഷ്ടപ്പെടുത്തി
പിന്നെ ഒരു 10-15 എപ്പിസോഡ് പോയപ്പോൾ ഞാൻ ഈ തട്ടിമുട്ടിയൊക്കെ പറഞ്ഞു തുടങ്ങി. അല്ലാതെ ഇത്രയും കട്ടിയുള്ള വാക്കുകൾ കാണാതെ പറയാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കമ്പയറിങ് അല്ല അപ്പോഴത്തത്. ഇപ്പോൾ റിയാലിറ്റി ഷോസ് കുറച്ച് വളരെ ടേക്സും അങ്ങനെ വേറൊരു സംഭവം അല്ലേ. പണ്ടത്തെ പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ കടിച്ചാൽ പൊട്ടാത്ത വലിയൊരു സ്ക്രിപ്റ്റ് തരും, അത് കാണാതെ അങ്ങ് പറയുക. അത് എന്നെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ അങ്ങനെയൊക്കെ പറ്റി, ഞാൻ അങ്ങനെയൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അഭിനയിക്കാൻ എൻ്റെ വീട്ടുകാർക്ക് താല്പര്യമില്ല, അജിത്തിന് താല്പര്യമില്ല. അങ്ങനെ കാര്യം ചിന്തിക്കാൻ പോലും പറ്റാതെ ഇരുന്ന ഒരു സമയത്താണ് അജി സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ കാർ എന്നൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ ഭാഗമാവുന്നു. സിനിമയായിട്ട് ഞാൻ ഇടപെട്ട് തുടങ്ങി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അജി മരിച്ചുപോയി. ഓക്കെ മാം, അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ദ കാർ എന്ന് പറഞ്ഞൊരു മൂവി ശരിക്കും പറഞ്ഞാൽ 90s കിഡ്സിന് ഓഫാബി, മൈ ഡിയർ കുട്ടിച്ചാത്തൻ, അങ്ങനെ വളരെ അപൂർവം, ഇന്നത്തെ പോലത്തെ ഇത്രയും കാർട്ടൂൺസും അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമിൽ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു കോൺസെപ്റ്റാണ് അങ്ങനത്തെ ഒരു കാറിനെ ബേസ് ചെയ്തിട്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ടൈം. പക്ഷെ എന്തുകൊണ്ടോ ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് പ്ലാനിങ് എല്ലാം എവിടെയോ ഒരു തെറ്റിയ പോലെ. കംപ്ലീറ്റ്ലി അതൊരു ഫെയിലിയർ ആയിരുന്നു ആ സിനിമ. കാര്യം ഈ മരിച്ചതിൻ്റെ പ്രശ്നം കാരണം തിയേറ്റർ റിലീസ് മാറ്റി വെച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു അന്ന് യു വോണ്ട് ബിലീവ് ഇറ്റ് 75 lakhs ആയ സിനിമയാണ് അന്ന് 90s. ഞാൻ പറയുന്നത് അജി മരിച്ചിട്ട് ഇപ്പോൾ 27 വർഷമായി. അപ്പോൾ അത്രയും വർഷത്തിന് മുമ്പേ 75 lakhs ആവുകയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു മച്ച്. അത് എങ്ങനെ ആയെന്ന് ചോദിച്ചാൽ അറിയില്ല, ഹാൻഡിൽ ചെയ്തതിൻ്റെ കുഴപ്പമായിരിക്കും. പിന്നെ അത് റിലീസ് സമയത്ത് നടന്നില്ല. ഒരു എല്ലാവർക്കും ഒരു വിഷമമുള്ളൊരു സംഭവമായിരുന്നതുകൊണ്ട് ആരും തിയേറ്ററിൽ കയറിയില്ല അതിങ്ങനെ ഒരു സംഭവം കാണാൻ. സോ അതൊരു വളരെ ഒരു, പക്ഷെ പിന്നെ ടി വിയിൽ വന്നപ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടമായി. ഇപ്പോഴും ചിലപ്പോൾ കുട്ടികൾ അത് ആസ്വദിക്കുന്നുണ്ടായിരിക്കും. കുട്ടികളല്ല, എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സിനിമയായിരിക്കും. അതെ അതെ, ശരിക്കും ആ സിനിമ ഒരു വേണ്ടത്ര വിജയത്തിലേക്ക് എത്തില്ലെന്ന് മാത്രമല്ല ഭയങ്കര എല്ലാം കൊണ്ടും ഭയങ്കര ലോസ്. അതായത് ബാധ്യതകൾ, ഒരാൾ പോവുക, 2 പേര് മരിക്കുക, അസോസിയേറ്റ് ഡയറക്ടർ മരിച്ചുപോയി. സന്തോഷ് ഇളമ്പൽ എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫേമസ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. 2 പേരും മരിച്ചു പോവുക ഒരു ആക്സിഡന്റിൽ. ആ കാറിൽ തന്നെ മരിക്കുക. ആ കാറിന് അതിനുവേണ്ടി വാങ്ങിച്ച കാറാണ്. ആ സിനിമയ്ക്ക് വേണ്ടി യൂസ് ചെയ്ത കാർ റെഡ് എസ്റ്റീം ആയിരുന്നു. പിന്നെ ഒരുപാട് കടബാധ്യതകൾ. എൻ്റെ മോള് ഒരു 3.5 വയസ്സേ ഉള്ളൂ. ഞാൻ ഒരിടത്തും എത്താതെ നിൽക്കുന്ന ഒരു സമയം. വീടൊക്കെ വിൽക്കേണ്ടി വന്നു. ഒരുപാട് ബാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ബ്രദറും വളരെ സപ്പോർട്ടീവായിട്ട് കൂടെ ഉണ്ടായിരുന്നു. വേറെ ഒരു മനുഷ്യനില്ലായിരുന്നു കൂടെ. എല്ലാവരും മോശം പറയാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് അപ്പോഴത്തേക്ക് എനിക്ക് വയ്യാതെയൊക്കെ ആയിരുന്നു. എനിക്ക് കുറച്ച് ഒരു ഹിസ്റ്റീരിയ പോലെയൊക്കെ വന്നിട്ട് കുറച്ചൊക്കെ വയ്യാതായിരുന്നു. ഐ വാസ് ടേക്കിംഗ് മെഡിസിൻസ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു ദൈവനിശ്ചയം പോലെ അതൊക്കെ. അപ്പോൾ അവിടുന്ന് പിന്നെ ആ ഒരു സ്റ്റേജിൽ നിന്ന് പിന്നെ ഫാമിലിയാണ് നമുക്ക് എല്ലാത്തിനും കട്ടയ്ക്ക് കൂടെ ഫാമിലി. പിന്നെ അപ്പം ഞാൻ എന്തോ ഭാഗ്യത്തിന് ഏഷ്യനെട്ടുകാർ അവരെൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഒരു കല്യാൺ സിനി ഷോ എന്ന് പറയും. ഇപ്പം നിങ്ങൾ കല്യാൺ സിൽക്സിൻ്റെ, നമ്മൾ അത്രയും വർഷം മുമ്പേ കല്യാൺ സിനി ഷോ എന്ന് പറയും. ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, കാര്യം അത് ചെയ്തപ്പോൾ അത് വേണോ വേണ്ടതെന്നുള്ളൊരു ഇതായിരുന്നു. അത് ചെയ്യണോ വേണ്ട, കാര്യം 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ അജി മരിച്ചിട്ട്. അങ്ങനെയാണ് എനിക്ക് ചീത്തപ്പേര് ആദ്യമായിട്ട് വീണത്. അജി മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, അവളിറങ്ങി തിരിച്ചു വന്നു. വെള്ള സാരിയെ കൊടുത്തിരിക്കണം എന്നായിരുന്നു ആൾക്കാരുടെ ആഗ്രഹം. ഭർത്താവ് മരിച്ചാൽ അങ്ങനെ ആവണമല്ലോ. പക്ഷേ എൻ്റെ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു വർക്കിലേക്ക് പോയില്ലെങ്കിൽ ചിലപ്പോൾ ഈ ഹിസ്റ്റീരിയൊക്കെ വേറൊരു ഫോമായി മെൻ്റലി ഭയങ്കര ഡൗൺ ആയിപ്പോവും. അതുകൊണ്ട് എൻ്റെ നമ്മുടെ ഡോക്ടറും എല്ലാവരും സപ്പോർട്ടീവായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ബ്രദറും എല്ലാവരും പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു, ആരും എന്ത് പറയട്ടെ. അപ്പോൾ അങ്ങനെ എനിക്ക് കല്യാൺ സിനീഷോയിൽ ഈ കല്യാൺ സിൽക്സിൻ്റെ സാരി കൊടുക്കണം, പട്ട് സാരി കൊടുക്കണം, അവരുടെ ഓർണമെൻറ്റ്സ് വിടണം. അപ്പോൾ 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ അജി മരിച്ചിട്ട്. പക്ഷെ അപ്പം പിന്നെ ആൾക്കാർ എന്ത് പറയും. പക്ഷെ ഞാനങ്ങ് ചെയ്തു. ആൾക്കാർക്ക് ഇതിന്റെ ബാക്കിൽ എന്താണെന്ന് അറിയണ്ട. അവര് എൻ്റെ വീട്ടിൽ വന്നിരുന്ന് ഞാൻ കരയണോ എറിഞ്ഞ് പൊട്ടിക്കുന്നു അല്ലെങ്കിൽ വയ്യാത്തതോ മരുന്ന് കഴിക്കണമെന്ന് അവർക്ക് അറിയണ്ടല്ലോ. വെള്ളസാരി കൊടുത്തിരുന്ന് അവിടെ ഇരിക്കുകയുള്ളൂ ഞാൻ. അതെ, അപ്പോൾ ആ ഒരു വരവ് അവിടെ നിന്ന് തുടങ്ങിയതാണ്. അവിടെ തുടങ്ങി. പണ്ടേ ഞാൻ ആരെയും മൈൻഡ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. പല തീരുമാനങ്ങളും ഞാൻ കാണാറുണ്ട്. അത് ആരുടെ അടുത്തും ഒരു വെറുപ്പോ വിദ്വേഷമോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ആൾക്കാരുടെ അടുത്ത് നിൽക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എൻ്റെ എല്ലാവരും ചോദിക്കും
എനിക്കെന്താ വലിയ വലിയ ഹൈ ക്ലാസ് ഫ്രണ്ട്സ് ഇല്ലാത്തതെന്ന്. എൻ്റെ വീട്ടുകാരും എൻ്റെ ബ്രദർ ഉൾപ്പെടെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എനിക്ക് ഈ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സഹായിക്കുന്നില്ല കേട്ടോ, പക്ഷെ അവരുടെ കാര്യങ്ങൾ കാണുക, എൻ്റെ ഡ്രൈവറിൻ്റെ കുശലാന്വേഷണം, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയുക, അല്ലെങ്കിൽ എൻ്റെ തയ്യക്കട ഇട്ടിരുന്നപ്പോൾ എൻ്റെ ബുട്ടിക്ക് ഇട്ടിരുന്നപ്പോൾ ആ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നത് വൈകിട്ട് പോയി അറിയുക. എനിക്ക് സാധാരണക്കാരുടെ ഇടയിൽ കിടന്ന് വരവാനാണ് ഇഷ്ടം. നമ്മുടെ സർക്കിളിൽ തന്നെ വലിയ 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 സംഭവങ്ങളിലൊക്കെ പോയി മെനക്കെടാതെ നമ്മൾ കൊടുത്തൊരുക്കണം, നമ്മൾ ആ ഒരു സ്റ്റാറ്റസ് ഒക്കെ കീപ്പ് ചെയ്ത് പോകണം. ഇതാകുമ്പോൾ നിൽക്കുന്ന നിപ്പിൽ പോയി അവരെ കൂടെയൊക്കെ ഒന്ന് സംസാരിക്കാം, ഒരു പരാതിയില്ല. ഇപ്പോഴും എനിക്ക് ഇവിടുത്തെ മീൻകാർ ചേട്ടന്മാരും മീൻ മേടിക്കുന്നവരും മലക്കറി കച്ചവടക്കാരുമായിട്ടൊക്കെയാണ് ഞാൻ വൈകിട്ട് കൂട്ടുകൂടാറുള്ളത്. അടിപൊളി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമുക്ക് ഈ പല കാര്യങ്ങളും ഇപ്പോൾ അത് ചെറുപ്പം മുതൽ ഇപ്പം നമ്മൾ ഇത്രയും ഇതൊക്കെ വരുന്നതിന് മുമ്പ് ഇപ്പം ചെറുപ്പം മുതലുള്ള ആ ഒരു ശൈലിയാണോ എന്തും തുറന്നടിച്ച് അഭിപ്രായം പറയുന്നതും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ള ഒരു തോന്നൽ വരുന്നതും അതൊക്കെ അന്ന് മുതലുള്ള മാറ്റാൻ പറ്റും തോന്നൽ വല്ലാതൊരു പ്രശ്നമാണ് എൻ്റെ ലൈഫിലെ. അത് ചിലപ്പോൾ നല്ലതിനും ആയിരിക്കൂടെ? നല്ലതാണെന്ന് വെച്ചാൽ പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ആണ് എൻ്റെ ഈ സ്വഭാവം മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്ന പോലെ തന്നെ. ഇഷ്ടമല്ല മിക്കവാറും പേർക്ക്, എന്നെ അടുത്തറിയാവുന്നവർക്കല്ലാണ്ട് ആർക്കും ഇഷ്ടമല്ല. ആ പറയുന്ന സമയത്തുള്ള സംഭവമേ ഉള്ളൂ. എനിക്ക് ഒന്നും മനസ്സിലേക്ക് പറയാൻ അറിയില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ. ഇങ്ങനെയാണ്, ഇത് മാറ്റാൻ പറ്റില്ല. ഇത് മാറ്റിയ ഡ്രാമയാവും നമ്മൾ സിനിമയിലൊക്കെ പറഞ്ഞത്. ഓക്കെ, ബലം പിടിച്ചൊക്കെ ഇരിക്കാൻ നോക്കും. സെറ്റിൽ പോയി വലിയ ബുക്കൊക്കെ കൊണ്ടൊക്കെ പോകാറുണ്ട് ഞാൻ. ചിലപ്പം നോവൽ വായിക്കാൻ ശ്രമിക്കും, ചുമ്മാ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കാൻ നോക്കും. പക്ഷെ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ അവരുമായിട്ട് സെറ്റിലെ മൊത്തം ആൾക്കാരായിട്ട് സംസാരിച്ച് അവരെ കൂടെ കയറി ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഈ അടുത്തേ ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ഒരു തുറന്നു പറച്ചിലാണ്, ഇത്തിരി മുമ്പ് പറഞ്ഞ പോലെ തന്നെ. അതായത് സിനിമയുടെ അനാവശ്യ പ്രൊമോഷനെ കുറിച്ചിട്ടൊരു ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ പുറകിലുള്ളൊരു തേജോവികാരം? ഒന്നുമില്ല, കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴത്തെ എല്ലാ ആർട്ടിസ്റ്റിനെയും, പഴയതും പുതിയതും. എനിക്ക് ഭയങ്കര ഒരു പ്രണയമാണ് സിനിമയോട്, സിനിമാക്കാരോടും, ശരി, എല്ലാവരോടും. ഞാൻ ഇങ്ങനെ എല്ലാ സിനിമയും ഇങ്ങനെ കൊതിയോടെ കാണുന്നൊരു വ്യക്തിയാണ്. എനിക്കിത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോഴും ഉണ്ട്. അസൂയ അങ്ങനെ സംഭവമൊന്നും എനിക്കില്ല. ശരി, പക്ഷെ വിഷമമുണ്ട് കുറേ കാര്യങ്ങൾ കിട്ടാത്തതിൽ. പക്ഷെ എനിക്ക് തോന്നിയത് എന്തോ, ഞാൻ പഴയ സിനിമകൾ ഒരു 15 പ്രാവശ്യം കണ്ടാലും എനിക്ക് മടുക്കാറില്ല. ഒരുപാട് പഴയ സിനിമകൾ നല്ല പല സിനിമകൾ. പക്ഷെ ഇപ്പം നമ്മൾ പോയി ഈ പ്രമോഷൻ്റെ ഭാഗമായി വളരെ നമ്മൾ ഹോപ്പോട് കൂടി പോയി കാണുമ്പോൾ നമ്മളങ്ങ് അയ്യേന്നായി പോകുന്നൊരു സ്ഥലമുണ്ടല്ലോ. അത് കുറേ ആയപ്പോഴത്തേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും പറയണമെന്ന് തോന്നി, എവിടെയെങ്കിലും പറയണമെന്ന് തോന്നി. എന്തിനാ ഇത്രയും തള്ളലെന്ന്? അതാണ്, ഇത്രയും ഉന്തി തള്ളിയാലേ സിനിമ മുമ്പോട്ട് പോകുള്ളൂ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അത് ആയിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ, അല്ല അവരുടെ ഭാഗത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഓക്കെ, അവർക്ക് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് പറയാൻ ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ട്, അതായത് ഒരു സാധാരണക്കാരന്റെ ഒരു അവസ്ഥയിലാണ് പറഞ്ഞത്, അല്ലാതെ ആരെയും ഹേർട്ട് ചെയ്യാനല്ല. അതിപ്പം അത് പറയുന്ന കേട്ടാൽ തന്നെ അറിയാം, ഞാൻ ആരെയും ഹേർട്ട് ചെയ്യാനല്ല. ഇന്ന സിനിമ അല്ലെങ്കിൽ ഇന്ന ജോണറിലെ സിനിമ അല്ലെങ്കിൽ വലിയ ആൾക്കാരുടെ സിനിമ ചെറിയ ആൾക്കാരുടെ സിനിമ എന്നുള്ളതല്ല. സംഭവമാണെന്നിങ്ങനെ ആദ്യമേ ഇറങ്ങുന്നതിന് മുമ്പേ അവര് തന്നെ എല്ലാവരും കൂടെ അങ്ങ് പറയുമ്പോഴേ എനിക്കെന്തോ ഒരു അപ്പൊ തന്നെ പറയാൻ തോന്നി. അതെവിടെ വീട്ടിൽ ഇരിക്കുമ്പോ പെട്ടെന്ന് ഇവിടെ ചുമ്മാ രാത്രി അത് എന്താണ് അതിന് തൊട്ട് മുമ്പ് ഏതെങ്കിലും വല്ല പ്രൊമോഷൻസ് എന്തെങ്കിലും ദിവസമായിട്ട് പലതും കാണുന്നു. അതായിട്ട് ഒരു സിനിമയും പോയി കണ്ടു, 2-3 സിനിമ കണ്ടിട്ട് മുക്കാലാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കാണേണ്ടി വന്നല്ലോ. അതിന്റെ ഒരു ഞാൻ സത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു കഴപ്പ് എന്ന് പറയുക. അല്ലല്ല, ഫേമസ് വാക്കെന്നല്ല ഞാൻ പറഞ്ഞ, അതിന്റെ ആക്ച്വലി അതൊരു ഫ്രസ്ട്രേറ്റഡ് ആയ ഒരു മനുഷ്യന്റെ സിറ്റുവേഷനിൽ ആരെയും മൈൻഡ് ചെയ്യാത്ത ഒരാൾ പറഞ്ഞു പോകുന്ന ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് സിനിമ കിട്ടിയില്ലെങ്കിൽ കിട്ടണമെങ്കിൽ കിട്ടട്ടെ. പക്ഷേ അതൊന്നും ഞാൻ ആലോചിച്ചില്ല കേട്ടോ. ഒരാളെയും ശരിക്കും പറഞ്ഞാൽ ആരും പറഞ്ഞില്ല, ഒരാളെ ഇന്ന വ്യക്തി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞേക്കുന്നത് പ്രഹസനം നല്ലതാണെങ്കിൽ ആൾക്കാർ കാണൂലേ, ഇതാണ് പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞത് അവിടെ തീർന്നു കേട്ടോ. അത് ഞാൻ അതിന്റെ എങ്ങനെ റെസ്പോണ്ട് ചെയ്തൊന്നും ഞാൻ ആലോചിച്ചില്ല. പക്ഷെ കുറെ പേര് അതിന്റെ അടിയിൽ വന്നിട്ട് നല്ല കമന്റ്. ഞാൻ പിന്നെ ഈ കമന്റ്സ് ഒരുപാട് വായിക്കാറില്ല, അതിന്റെ പുറകെ ഞാൻ പോകില്ല, അതപ്പം ഞാൻ വിട്ടു. ഇതറിയാം, ഇതിങ്ങനെ ഒരു വീഡിയോ ഇട്ട് ഞാൻ എൻ്റെ കമന്റുകളൊക്കെ ഒരുപാട് വരും, ഇതെല്ലാം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ. എനിക്കൊന്നും വരുന്ന കമന്റ്സ് ഒന്നും അല്ല. ഈ ആദ്യം ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോൾ വിഷമം ഉണ്ടായിട്ടുണ്ട്, ദേഷ്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു എൻ്റെ ജീവിതത്തിലെ എൻ്റെ വീട്ടുകാരെയും കൂടെ ബാധിച്ചു എന്ന് പറയുന്ന സംഭവം. ബാക്കിയൊന്നും വീട്ടുകാരെ ബാധിച്ചിട്ടില്ല. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് എന്നൊരു അപ്പോൾ അതിന് ഞാൻ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. എൻ്റെ മോളെയൊക്കെ ബാധിച്ചു. മോള് സ്കൂളിൽ പോകുന്ന കാര്യം,
അതായത് ഇപ്പം മാം പറയുന്നത്, അതായത് ഒരിക്കൽ ഒരു ന്യൂസ് വരികയാണ്, മലയാള സിനിമയിലെ ഒരു പ്രമുഖ താരം സഞ്ചരിച്ച മദ്യപിച്ച് വാഹനം ഓടിക്കുകയും വാഹനം മറിഞ്ഞ് വൻ പ്രശ്നമാവുകയും ചെയ്യുന്നു പറഞ്ഞൊരു ന്യൂസ് വന്നു. പിന്നെ അതിന്റെ പുറകിൽ എന്താണെന്നൊന്നും ആരും അന്വേഷിച്ചിട്ടില്ല. ഒരു വാർത്ത വരുന്നതിന്റെ പുറകെ ഇപ്പോഴത്തെ ഒരു ന്യൂസ് ആണെങ്കിലും ഏത് ന്യൂസ് ആണെങ്കിലും ഇൻക്ലൂഡിങ് ഹേമ കമ്മീഷൻ, അതുപോലെ ഏത് ന്യൂസ് ആണെങ്കിലും അതിന്റെ പുറകിൽ എന്താണെന്ന് അറിയുന്നതിനെക്കാട്ടിലും എല്ലാവർക്കും കുറേ അതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ, നിർവൃതി ഉണ്ടല്ലോ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം. മറ്റുള്ളവരെ പറയുമ്പോൾ മറ്റുള്ളവരെ ലൈഫിലേക്ക് ഇങ്ങനെ നോക്കുക എന്നുള്ളൊരു സംഭവമില്ലേ. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ കാറ് വന്ന് നിൽക്കുമ്പോൾ അതാര്, അല്ലെങ്കിൽ അവിടെ ആരാണ് പോകുന്നത് എന്ന് നോക്കാനുള്ള ആ ഒരു ജിജ്ഞാസ എന്നല്ല എന്താ വാക്ക്, ആ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ അത് ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ആ സമയത്ത് ഈ ഫീൽഡിൽ ഇല്ലായിരുന്നു. ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്ന് 2003 മാറി 2012 തിരിച്ചു വരുന്നത്. ഞാൻ എൻ്റെ മകളുടെ പഠിത്തമൊക്കെ ആയിട്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടു നിന്നൊരു സമയത്താണ് ഇത് വരുന്നത്. അപ്പം ഇത്രയും ഒരു ഹൈപ്പ് ഉണ്ടാക്കുന്ന നമ്മളൊന്നാം ഞാൻ കുടിച്ചിട്ടില്ല. കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുടിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് എല്ലായിടത്തും പറയുന്ന ഒരു വ്യക്തിയാണ്. കുടിക്കുന്നത് വലിയ മഹാഭാപം തോന്നിയിട്ടില്ല. കുടിക്കുന്നതല്ല, ഏതൊരു ദുശീലമാണെങ്കിലും ശീലമാണെങ്കിലും അത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വലിയ സംഭവമായിട്ട് ഇപ്പോഴത്തെ ആരും എടുക്കാറില്ല. പണ്ടുള്ളവർക്ക് അത് വലിയ സംഭവമായിരുന്നോ ഇല്ലെന്നോ എനിക്കറിയില്ല. അന്ന് ഞാൻ കുടിച്ചിട്ടില്ല. ആ വണ്ടി ആക്സിഡന്റ് ആവുന്ന ടൈമിൽ വണ്ടി കുടിച്ചിട്ടൊന്നും ഞാൻ വണ്ടി എടുക്കാറില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് പേടിയാണ് അതൊക്കെ. പിന്നെ അതിനകത്ത് വ്യക്തമായിട്ട് കാണാം നിങ്ങൾക്ക്, അതിനകത്തൊരു ബോട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നതോ കുടിക്കുന്നതോ അല്ലെങ്കിൽ കുടിച്ചു കുഴഞ്ഞു വീഴുന്നൊന്നുമല്ല. എൻ്റെ കാറ് മറിയുന്നു, ഞാൻ എൻ്റെ കാറെന്ന് പറയുന്നു. കഴിഞ്ഞ തലേ ദിവസമാണ് അമ്മ കാർ എടുത്തത്. അപ്പോൾ അതിന് ഭയങ്കര എനിക്കൊന്ന് അന്ന് അസുഖമുള്ള സമയമായിരുന്നു, മരുന്നൊക്കെ കഴിക്കുന്ന ഒരു സമയമായിരുന്നു. ഒരു വീട്ടിലേക്ക് ഒരു സ്ത്രീ തന്നെ കൊണ്ടുപോവുക, ആ സ്ത്രീ തന്നെ ACV വിളിച്ച് പറയുക, അപ്പം തന്നെ ആൾക്കാർ വരിക. ഞാനിതൊന്നും അറിയില്ല. എനിക്ക് ഈ മരുന്നിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കാറ് മറിഞ്ഞു, തലേ ദിവസം മേടിച്ച കാറ്. മരുന്നിൻ്റെ പ്രശ്നം ഒരു വല്ലാത്ത പ്രശ്നമാണ് എനിക്ക്. കാര്യം എനിക്ക് ഈ ആങ്സൈറ്റി ഡിപ്രഷൻ്റെ ഒരാളാണ് ഞാൻ. മരുന്ന് കഴിക്കുന്നത് അതുള്ളവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. അപ്പം അതൊരു ആഘോഷിച്ചു ആൾക്കാർ. പക്ഷെ അത് വീട്ടിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഞാൻ ഒന്നും അജി മരിച്ചത് ഉൾപ്പെടെ ഒന്നും വീട്ടിലങ്ങനെ അത്രയും ബാധിച്ചിട്ടില്ല. എല്ലാം ഹാൻഡിൽ ചെയ്യാൻ എല്ലാവർക്കും പറ്റി. പക്ഷെ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പല സ്ഥലങ്ങളിൽ നിന്നും അതല്ല, എൻ്റെ മോക്ക് സ്കൂളിൽ പോകാൻ പറ്റാതാവുക, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ ചോദിക്കുക, ടീച്ചേഴ്സ് ചോദിക്കുക, പിന്നെ അവരെല്ലാവരും കൂടെ വീട്ടിൽ വന്ന് സമാധാനിപ്പിക്കുക. അതൊരു ആർക്കും ഇതൊന്നും അറിയണ്ടെന്നേ. ഞാൻ ചോദിട്ടെ, അപ്പം അത് ആ ഒരു സത്യം ഇപ്പം നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ കൂടെയൊക്കെ നമ്മൾ സംസാരിക്കുന്നതല്ലാതെ നമുക്ക് ഇത് അന്നൊന്ന് വിളിച്ച് പറയാൻ തോന്നിയില്ല? തോന്നാൻ ഞാൻ എന്താ പോയി പറയാനാ? മീഡിയാസ് ഉണ്ടല്ലോ, നമുക്ക് പറയാലോ. എന്തിനു പറയണം? അവരാരും വന്നില്ല. എന്തിനു പറയണം? അല്ല, അറ്റ്ലീസ്റ്റ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ അത് എൻ്റെ വീട് നടന്ന പ്രശ്നമല്ലേ, വേറെ ഒരു കുഴപ്പമില്ല. എൻ്റെ വീട്ടിൽ നടന്ന പ്രശ്നം ഇപ്പോൾ ആൾക്കാരെല്ലാം പോയി നിങ്ങളിത് പറയല്ലേ എന്ന് പറയാൻ ഇത്രയും പറയാറുണ്ടല്ലോ. ഞാനൊന്നും മദ്യപിച്ചിട്ടില്ല. ചോദിച്ചോടത്തൊക്കെ പറഞ്ഞു ഞാൻ മദ്യപിച്ചിട്ടില്ലായിരുന്നു. അത് ഇടാൻ താല്പര്യമില്ല. ശരിക്കും ഈ വാർത്ത കൊടുക്കാൻ കാണിച്ച ആ ഇൻട്രസ്റ്റ്, അങ്ങനെ പറയാൻ ആർക്കും താല്പര്യമില്ല, ആരും വന്നില്ല. അതാണ് സത്യാവസ്ഥ. ഈ സത്യാവസ്ഥ കേൾക്കാൻ ആർക്കും താല്പര്യമൊന്നുമില്ല. എങ്ങനെയാണ് ഒരു ഹൈപ്പ് ഉണ്ടാക്കുക, റേറ്റിംഗ് ഉണ്ടാക്കുക? അതെ, എല്ലാം ഇപ്പൊ അതാണ് നമ്മളെ മുമ്പിൽ കാണുന്നത്. എന്താണ് അതിന്റെ ബാക്കിൽ എന്താ നടക്കണമെന്നൊന്നും ആൾക്കാരുണ്ട്. അതിലെനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ അന്ന് കുറെ വിഷമിപ്പിച്ച ഒരേ ഒരു കാര്യം ഇതാണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ കാര്യം. അത് എല്ലാരെയും ബാധിക്കുക, എന്നെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. അതൊരു ഇന്റർനാഷണൽ ന്യൂസ് വരെ കാര്യം. ദുബായ് ടൈംസ്, ബാംഗ്ലൂർ ടൈംസ്, എനിക്ക് തോന്നുന്നു ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത്രയും പത്രത്തിൽ ഇത്രയും ഒരു സംഭവമായി കള്ളു കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം. എന്നാൽ ആ വീഡിയോയിൽ അതൊന്നും ഇല്ല. നിങ്ങൾ എടുത്തൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ആ വീഡിയോയിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഞാൻ കള്ളു കുടിച്ച് വണ്ടി ഓടിക്കാൻ പേടിയുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒന്നും ചെയ്യില്ല ഞാൻ. എഗെയിൻസ്റ്റ് റൂൾസ് ഒന്നും ചെയ്യുന്നൊരു വ്യക്തിയല്ല. മര്യാദയ്ക്ക് പോയി കള്ളുപിടിക്കും, എവിടെയെങ്കിലും മര്യാദയ്ക്ക് ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കള്ളുപിടി, വണ്ടി ഓടിക്കാൻ ഊബർ എടുത്തോ ഓട്ടോ എടുത്തോ വരാം. അല്ലാതെ റൂൾസ് ഒക്കെ തെറ്റിച്ച് പേടിയാ പോലീസിലേക്ക്. എനിക്ക് എക്സ്ട്രാ മാന്യത ഒന്നും കാണിച്ചിട്ടില്ല. അതാ ഞാൻ കള്ളു കുടിക്കും, പക്ഷെ ഞാൻ വണ്ടി ഓടിക്കില്ലെന്ന് നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ന്യൂസിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ മാം ഇപ്പൊ ഈ അടുത്ത കാലത്ത് സത്യം അറിയാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. അപ്പം ഉണ്ടാവുന്ന ഏറ്റവും നല്ല വാർത്തയിലേക്ക് ശ്രദ്ധ പോകുമെന്ന് പറയുന്ന പോലെ ഇപ്പം ബിഗ് ബോസിൻ്റെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് അതിലൊരു മത്സരാർത്ഥി പറഞ്ഞു ഇതിൽ ഏതൊക്കെയോ സ്ത്രീകൾ ഈ കിടന്നു കൊടുത്തിട്ടൊക്കെയാണ് ഇതിൽ കയറി പറ്റിയെന്ന് പറയുണ്ടായി. പക്ഷേ അങ്ങനെ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ആ ഒരു വാക്ക് കാരണം ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അത് ബാധിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇതൊക്കെ മേഡം അറിഞ്ഞിരുന്നു? സത്യം പറഞ്ഞാൽ എനിക്കത് അറിയില്ല. ബിഗ് ബോസ് കാണാറില്ല? ബിഗ് ബോസ് കാണാറില്ല. കാണാറില്ല. പിന്നെ എനിക്ക്
സോഷ്യലി ഇൻഡസ്ട്രിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് അറിയാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. കാര്യം ഇപ്പോൾ എൻ്റെ ഒരു പാർട്ട്ണറിന് അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ടിന് സ്പേസ് വലിയ കൊടുക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. എനിക്കങ്ങനെ വലിയ സ്പേസ് ഒക്കെ കൊടുത്ത് നിങ്ങൾ ജീവിച്ചോളൂ, ഞാൻ എല്ലാത്തിനും ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ വലിയ സ്പേസ് ഒന്നും കൊടുക്കില്ല, ഞാൻ ഇച്ചിരി പോസസീവൊക്കെയാണ്. പക്ഷെ മറ്റുള്ളവരുടെ കാര്യത്തിൽ എനിക്ക് വലിയ താല്പര്യമില്ല അറിയാൻ. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ലൈഫിൽ. അതുകൊണ്ട് തന്നെ ഇന്ന ആൾക്ക് ഇന്നത് സംഭവിച്ചെന്നോ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ ഇതൊക്കെയാണ് നടക്കുന്നതെന്നോ ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നോ എന്ന് കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ പ്രത്യേകിച്ചും. മാഡത്തിൻ്റെ ഇപ്പോൾ ഞാൻ ചോദിച്ചു വരുന്നതല്ല, അപ്പം ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ ബാധിക്കുന്നുണ്ടല്ലോ, അതിനോട് എന്താണ് മാഡത്തിന് പറയുന്നത്? അത് ശരിക്കും പാടില്ല. അതിപ്പം ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല. പക്ഷേ ഐ ഡോണ്ട് നോ, ഇറ്റ്സ് ലൈക്ക് വി ആർ ഹെൽപ്ലെസ്. ഇതിപ്പോൾ ഒരാൾ പറയുമ്പോൾ ഈ ഒന്നാമത് ഇൻഡസ്ട്രിയെക്കുറിച്ച് ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ എല്ലാ പ്രൊഫഷനിലും ഈ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മൾ ചിലപ്പോൾ അടുത്ത് ഒരു യാത്ര ചെയ്യുന്നതും അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒന്ന് സുഖിപ്പിച്ച് രാവിലെ സംസാരിക്കുന്നതും അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പം കിടക്കണമെന്ന് തന്നെ ഇല്ലെന്ന് തോന്നുന്നു അഡ്ജസ്റ്റ്മെൻറ്റ്. ഞാൻ ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടി പറയണം. ഇപ്പം നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു ടൈം. അത് വേറെ ഒന്നുമല്ല, ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ആ ഒറ്റ കാര്യത്തിൽ. ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം എടുത്ത് പറയുന്നത് ഈ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന വാക്കാണ്. എനിക്ക് ടു ബി വെരി ഫ്രാങ്ക്, ഹേമ കമ്മീഷനും ആൾക്കാർ ഞാൻ പറയുമ്പോൾ വിചാരിക്കും ഓ ഇവളെന്ത് ചുമ്മാ തള്ളുക എന്നതല്ല. ആക്ച്വലി ഞാനും തള്ളുന്നതല്ല, എനിക്ക് ഈ സാധനം അറിയില്ലായിരുന്നു. ശരി. എനിക്ക് ഈ ദിലീപിൻ്റെ പ്രശ്നം പറഞ്ഞപ്പോഴും എനിക്കിത് അറിയില്ലായിരുന്നു, സത്യമായിട്ടും എനിക്കിപ്പോഴും അറിയില്ല. ഇടയ്ക്ക് വിജയബാബുവിനെ കുറിച്ച് എന്തോ പറഞ്ഞു, അതും എനിക്കറിയില്ല. ഇവരെയൊക്കെ എനിക്ക് അറിയാം, പക്ഷേ എനിക്ക് വേറൊന്നും അറിയില്ല എന്താണ് സംഭവം എന്നൊന്നും. അലൻസിയർ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. മീറ്റു എന്നൊരു സംഭവം എന്തൊക്കെയോ വന്നു എന്നുള്ളതല്ലാതെ എനിക്ക് എന്താണ് ഇതിനകത്തെന്ന് ഞാൻ ഒരുപാട് കൂലങ്കഷമായിട്ട് ആലോചിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പം ഈ ബിഗ് ബോസ് ഉൾപ്പെടെ ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ ഉൾപ്പെടെ ഈ അഡ്ജസ്റ്റ്മെൻ്റ് എന്നുള്ളൊരു കാര്യം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട്, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട്, എന്താണ് ഈ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് ആക്ച്വലി അറിയാത്തത് കൊണ്ട് എനിക്കതിനെക്കുറിച്ച് പറയാൻ അറിയില്ല. അപ്പം എനിക്ക് ഹേമ കമ്മീഷൻ പോലും എന്താണെന്ന് അറിഞ്ഞത് കുറേ ചാനലുകാർ ഇത് പറയുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം ഇത് കേൾക്കട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. സീരിയസ്ലി എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ അടുത്ത ദിവസം എല്ലാം കണ്ടപ്പോഴും കേട്ടപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഞാൻ അറിയുന്നത്. അപ്പോൾ അതിനകത്ത് ഇത് പറയുമ്പോൾ ഇൻഡസ്ട്രി ഒന്നടങ്കം ഇല്ലാതാക്കുക, അല്ലാതെ ആണെന്നോ പെണ്ണെന്നോ ഉള്ളതല്ല പ്രശ്നം ഇവിടെ. അതായത് ഒരുപാട് നല്ല വ്യക്തികളുണ്ട്, മോശം വ്യക്തികൾ എന്നല്ല ഞാൻ പറയുന്നത്, ഒരുപാട് ഇതിനു വേണ്ടി സഫർ ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ടാവും. ഇതുപോലെ ചിലപ്പം എനിക്കറിയില്ല അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് അവർ ഉദ്ദേശിക്കുന്നത്. ഈ കിടന്നുകൊടുത്തത് മാത്രമാണ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും അറിയില്ല കേട്ടോ. ശരി. നമ്മളൊരു ചിലപ്പം കുറേ നേരം സംസാരിച്ചിരിക്കുക ഒരാളടുത്ത്, അതുപോലെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പറ്റാത്തൊരു സ്ഥലത്ത് പോയി അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക എന്ന് പറയില്ല. ഇതിൽ വന്നേക്കുന്ന വലിയൊരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വനിതാ ആർട്ടിസ്റ്റുകളുടെ അവർ ഭയങ്കരമായിട്ട് പല രീതിയിൽ ഈ വഴങ്ങി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്നുണ്ട്. ഇനിയിപ്പോൾ വഴങ്ങി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട്. ഹേമ കമ്മീഷൻ ബേസ്ലെസ് എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്, ഒരു കഴമ്പുമില്ല. കാര്യം ഞാൻ വന്നത്, ഞാൻ ദേവിയായിരുന്നൊരു വ്യക്തി എന്തെങ്കിലും ആയിട്ടുള്ളതും ഈവൻ ഒരു ആസ് എ പേഴ്സൺ, പിന്നെ ഫിനാൻഷ്യലി പോലും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ലൈഫിൽ, എനിക്ക് എൻ്റെ പ്രൊഫഷൻ ഇതായിരുന്നു. എൻ്റെ പ്രൊഫഷന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കുറച്ച് കുഞ്ഞു കഥാപാത്രമാണെങ്കിലും വലിയ കഥാപാത്രമാണെങ്കിലും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും എന്നെ ഇതുവരെ കൊണ്ടെത്തിച്ച ഒരു പ്രൊഫഷനെ തള്ളി പറയാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം എനിക്കും ദുരനുഭവങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇത്രയും വെളിപ്പെടുത്തണമെങ്കിൽ ഞാൻ അപ്പോൾ വെളിപ്പെടുത്തുമായിരുന്നു. ചെറിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് എനിക്ക് ആകെ ഉണ്ടായിട്ടുള്ളത്, ഒരു ഹോട്ടലിൽ ഒരു ഷൂട്ടിങ്ങിന് താമസിക്കുമ്പോൾ രാത്രി കുറേ നേരം വാതിലിൽ മുട്ടി. ആരാന്ന് ഞാൻ നോക്കാൻ പോയില്ല. ഞാൻ റിസപ്ഷനെ വിളിച്ച് പറഞ്ഞു വാതിൽ മുട്ടുന്നുണ്ടെന്ന്. അവിടെ തീർന്നതാണ് ആ പ്രശ്നം, അവിടെ തീരാവുന്നതാണ് ഈ പ്രശ്നം. ആ മുട്ടലാണ് ഈ കമ്മീഷനിൽ മെയിനായിട്ട് എടുത്ത് പറഞ്ഞേക്കുന്നത്. മുട്ടുന്ന സംഭവത്തിൽ മുട്ടി ആരും ചവിട്ടി പൊളിക്കാൻ പോകുന്നില്ല വാതില്, അങ്ങനെ സംഭവിക്കില്ല. എനിക്ക് കമ്മീഷൻ ഇത്രയും വലിയ ആൾക്കാർ പറയുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ വളരെ ഒരു സാധാരണക്കാരിയാണ്. എനിക്ക് ആകെ ഉണ്ടായിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൽ നമുക്ക് ഹോട്ടലിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഹോട്ടലിൽ റിസപ്ഷനെ വിളിച്ച് പറഞ്ഞാൽ അവർ സീരിയസ് ലൈക്ക് വെരി ട്രൂ ആയിട്ട് പറഞ്ഞാൽ അവർ നമ്മുടെ കൂടെ നിൽക്കും. അല്ല നമ്മൾ ചവിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കും, ഇല്ല. പിന്നെ ആരും അങ്ങനെയൊന്നും ആരെയും
അയ്യോ ഇങ്ങനെ ചൂഷണം ചെയ്യാനൊന്നും പറ്റില്ല ഇൻഡസ്ട്രിയിൽ ഇത്രയ്ക്കൊന്നും ഈ പറയുന്ന പോലെ. കാര്യം എന്താണ് ഇപ്പം ആരെങ്കിലും പോയി റൂമിൽ കയറി അങ്ങ് റേപ്പ് ചെയ്യാൻ പോകണോ? നോ, ലൈക്ക് ഇറ്റ് ഹാസ് നെവർ ഹാപ്പൻഡ്. ഐ തിങ്ക് പുറത്ത് പലരും ബലാത്സംഗത്തിന് അടിമയായിട്ടുണ്ട് കൊച്ചുകുട്ടികൾ. പുറത്ത് എന്തൊക്കെ സംഭവിക്കണം, ഈ ഇൻഡസ്ട്രിയിൽ അത്രയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. കാര്യം അത്രയും ആൾക്കാരുള്ളൊരു ഇൻഡസ്ട്രിയാണിത്. തൊട്ടപ്പുറത്ത് വേറെ ആൾക്കാർ, നമ്മുടെ കോ ആർട്ടിസ്റ്റ് ഉണ്ടാവും, നമുക്ക് പ്രൊഡക്ഷൻ്റെ ആൾക്കാരുണ്ടാവും, നമുക്ക് എത്രയോ പേരുണ്ടാവും. നമ്മൾ അങ്ങനെ ചുമ്മാ ഒന്നും കയറി അങ്ങ് ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഐ ഡോണ്ട് നോ ലൈക്ക് വൈ പീപ്പിൾ ആർ സേയിങ്. ആൻഡ് ഈ ആർട്ടിസ്റ്റിൻ്റെ ഈ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എന്തിനാണ് ഈ ഒരു കഴമ്പില്ലാത്തൊരു സാധനം പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. കാര്യം മലയാളികൾക്ക് അടക്കം നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരിക്കലും നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രീനെ തള്ളിപ്പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇപ്പം മേഡമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം മേഡമൊക്കെ പറയുമ്പോഴാണ് പല കാര്യങ്ങളും ആളുകളിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ എടുത്ത് കൂടുതലായിട്ട് ചോദിക്കുന്നത്. ഇവരൊക്കെ പറയുന്നത് ഇവർക്ക് ബേസിക് നീഡ്സിനുള്ള സൗകര്യമില്ല. അതിൽ എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങളിലൊന്നാണ്, ഒന്ന് ഈ പറയുന്ന പോലെ വാതിൽ ചവിട്ടി പൊളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു, മുട്ടുന്നു, പിന്നെ പബ്ലിക്കായിട്ട് അവരോട് ചോദിക്കുന്നു കൂടെ കിടന്നു കഴിഞ്ഞാൽ നിനക്ക് അടുത്ത റോള് തരാം, ഇങ്ങനെ പറയുന്നു. ഇതൊക്കെയാണ് ആ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. റോള് തരണമെന്ന് അങ്ങനെ പറഞ്ഞാൽ അടുത്ത ദിവസം റോള് വേണ്ടെന്ന് വെക്കുക. വേണ്ടെന്ന് നോക്കിയാൽ അതാണ് ഓപ്ഷൻ അല്ലേ? അതൊക്കെയല്ലേ ഉള്ളൂ ഓപ്ഷൻ നമുക്ക്. ഇപ്പം എല്ലാവരും നല്ല കുട്ടികളായിരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുമോ ഈ ലോകത്ത്? എല്ലാവർക്കും അവരുടേതായ വീക്ക്നെസ് ഉണ്ടാവും. അവർ ചിലപ്പോൾ പലരും ചോദിച്ചെന്നിരിക്കും, ചിലപ്പോൾ ചോദിച്ചില്ലെന്നിരിക്കും, വളരെ അല്ലാത്തവരുണ്ടാവും. ചോദിക്കുമ്പോൾ നമുക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. പിന്നെ എന്തിനാ പിന്നെ അതിനു വേണ്ടി പോകുന്നത്? നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യണ്ട. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം അവരത് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. പിന്നെ ഈ മറയില്ല, ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല, എനിക്കിതൊന്നും തോന്നിയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും വർഷമായിട്ട് പണ്ട് ക്യാരവനും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് ഈ പ്രൊഫഷൻ ചൂസ് ചെയ്യണവർ ആലോചിക്കേണ്ടത് ഇത് വളരെ കഷ്ടപ്പാടുള്ളൊരു പ്രൊഫഷനാണ്. അതായത് വളരെ എളുപ്പത്തിലൊന്നും ഇതിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. നമുക്കിങ്ങനെ ഒരു കാട്ടിൽ പോയി ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബാത്റൂം വേണമെന്ന് പറയാൻ പറ്റില്ല. അതിന് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എത്ര അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എത്ര വലുതാണെങ്കിലും ക്യാരവനൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒരു മരത്തിൻ്റെ ബാക്കിൽ പോയി ലൈക്ക് ബേസിക് നെസസിറ്റി സാധിക്കേണ്ടി വരും. അപ്പോൾ അവിടെ നമുക്കിത് വേണമെന്ന് ഷാട്ടിയും പിടിക്കാൻ പറ്റില്ല. അത് സാധാരണ ഒരു പ്രൊഫഷൻ പോലെ അല്ല ഇത്. നമുക്ക് കുറേ സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ മറ്റേ അഡ്ജസ്റ്റ്മെന്റ് അല്ല, കിടക്കണ അഡ്ജസ്റ്റ്മെന്റ് അല്ല. നമ്മളിങ്ങനെ തുണി ചിലപ്പോൾ മറച്ചു വെച്ചിട്ട് നമുക്ക് ഡ്രസ്സ് മാറ്റേണ്ടി വരും. ഇവിടെയൊന്നും എനിക്ക് തോന്നുന്നു, ഞാൻ പല സിനിമയിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇവിടെയൊന്നും ആരും തുണി മാറ്റിയിട്ട് ഇട്ട് നോക്കിയിട്ട് തുണി മാറുകയാണെന്ന് നോക്കി ആസ്വദിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ മരത്തിൻ്റെ ബാത്റൂമിൽ ഇപ്പോൾ യൂറിൻ പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ വന്ന് അത് ആസ്വദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർ മാറി അങ്ങ് പോകും. അപ്പോൾ അതായത് ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നമ്മൾ ആ സിറ്റുവേഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു മൊഴിയായിരിക്കാം ചിലപ്പോൾ ആളുകൾ മറ്റു രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നതെന്നാണോ ഇപ്പോൾ പറയുന്നത്? അല്ല, ചിലപ്പോൾ എനിക്കറിയില്ല. ഈ ജൂനിയർ ആർട്ടിസ്റ്റാണ് ഈ പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റിന്. ഇത് ഞാൻ സീരിയലിലെല്ലാം അഭിനയിച്ചുള്ള വ്യക്തിയാണ്. ജൂനിയർ ആർട്ടിസ്റ്റിനെ കുറച്ച് വേർതിരിവ് കാണിക്കുന്നുള്ളത് സത്യമാണ് കേട്ടോ. പക്ഷേ ഈ വേർതിരിവ് കാണിക്കുന്നെങ്കിലും ബാത്റൂം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇതൊരു സിസ്റ്റം ഉണ്ടാക്കിയേക്കുന്ന, നേരിട്ട് എടുത്തേക്കുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ പുറത്തുവിട്ടത്. അതിലാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പോൾ അതാണ് എനിക്ക് 25 വർഷത്തിനിടയിൽ ഞാൻ മാറിയെന്ന് കൊടുത്തിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഈ വ്യക്തികൾക്ക്, ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവർ ഈ വ്യക്തികൾ എന്നെ പോലും മൈൻഡ് ചെയ്യാതെ ബാത്റൂമിൽ കയറി പോവുകയും അവിടെ നിന്ന് ഫുൾ വോളിയത്തിൽ പാട്ട് കേൾക്കുകയും ഞാൻ പതുക്കെ മാറി വെളിയിരുന്നിട്ടുണ്ട്. ശരി. അതുകൊണ്ട് അവരാണ് എന്നെക്കാട്ടി കൂടുതൽ ആസ്വദിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവരൊക്കെ എന്തിനാണ് ഈ പറയുന്നതെന്ന്. ഇതൊക്കെ ഇപ്പം ഇതിൽ നടക്കുന്ന പല പല ആരോപണങ്ങളാണ്. പിന്നെ മാം വേറൊരു കാര്യം, പിന്നെ ഞാൻ ശ്രീനാഥ്, ഞാൻ ഈ പറഞ്ഞവർക്ക് എഗെയിൻസ്റ്റ് അല്ല. അവരുടെ ചിലപ്പോൾ ഒരുപാട് ഫ്രസ്ട്രേഷനിലൂടെ അവരിത് പറഞ്ഞു പോയതായിരിക്കും. ഞാനിപ്പോൾ ഈ ഉന്തിത്തള്ളി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഒരു പ്രശ്നമാണിത്, കാഴ്ചപ്പാടിൻ്റെ. അവർക്ക് ചിലപ്പം വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറഞ്ഞു പോയ ചില കാര്യങ്ങളായിരിക്കും. അതെ. പക്ഷേ അത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അപ്പം പറയുക, അപ്പം റിയാക്ട് ചെയ്തിട്ട്. എന്തുകൊണ്ട് ഇവർ പറയാതിരിക്കുന്നു? ഇവരാരെ പേടിക്കുന്നു? ഇത്രയും ഗവൺമെന്റ് സിസ്റ്റം. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അത് അവരുടെയും കൂടെ ആവശ്യമായിരുന്നില്ലേ എന്ന്. ഇപ്പം എനിക്കൊരു സിനിമ വളരെ അധികം അഭിനയിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിപ്പോൾ ഈ ശാരീരിക ബന്ധം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, ആണും പെണ്ണും തമ്മിൽ ഉള്ളൊരു സംഭവമാണ്. അപ്പം അങ്ങനെ ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ അതിൻ്റെ DOP അല്ലെങ്കിൽ ഏതോ ആളായിക്കോട്ടെ, ആ സിനിമയിൽ ബന്ധപ്പെട്ട് ഒരാളെൻ്റെ അടുത്ത് നമുക്കിന്ന് റൂം സ്പെൻഡ് ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്താൽ ഉറപ്പായിട്ട് തരാം എന്ന് പറയുമ്പം ഞാൻ എൻ്റെ വില്ലിങ്നെസ്സോടു കൂടിയാണ് ഞാൻ ആ റൂമിലേക്ക് പോകുന്നത്. എനിക്ക് ആ സിനിമ കിട്ടും എന്ന് വിചാരിച്ചിട്ട്. മാത്രവുമല്ല,
എനിക്ക് ആ വ്യക്തിയോട് കിടക്കാനും പറ്റണ്ടേ. ഇത് രണ്ടും കൂടെ പറ്റിയിട്ടാണ് നമ്മളവിടെ ചെയ്യുന്നതെന്ന് വെച്ചോളൂ. ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇനി ഇൻഡസ്ട്രി വേണ്ടെന്ന് വെച്ച് പോവുക. ഇതാണ് ഇൻഡസ്ട്രി എന്ന് വിചാരിച്ചിട്ട്. കാരണം നമ്മൾ സ്വമേധയാ പോയതാണ് ആദ്യം മനസ്സിലാക്കുക. പിന്നെ കുറച്ച് വർഷം കഴിഞ്ഞിട്ട് ഞാൻ പറയണം, അയാൾ വലിയ ആളാവുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഒന്നും ആയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ പല്ലടം കുത്തി നാറ്റിക്കുക എന്ന് പറയില്ലേ, അത് ചെയ്യാതെ ഒന്നെങ്കിൽ മിണ്ടാതിരിക്കുക, അതല്ലെങ്കിൽ അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുക. ഇതെല്ലാം സ്വാതന്ത്ര്യമുള്ള വ്യക്തികളാണ് നമ്മൾ. ഇതിനെല്ലാം സ്വാതന്ത്ര്യമുള്ള ഏതൊരു മേഖലയും പോലെ എല്ലാ സ്ഥലത്തും ഈ ആണും പെണ്ണുങ്ങളുള്ള വ്യക്തിബന്ധങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്സ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ആരും അത് ഹൈഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് അത് പ്രത്യേകിച്ചും ഇങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട സ്ഥലത്ത് ഒന്നി അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് അറിയുകയാണെങ്കിൽ മിണ്ടാതിരിക്കുക. കിട്ടിയില്ലെങ്കിലും സിനിമ കിട്ടിയിട്ട് മുമ്പോട്ട് വലുതായവരുണ്ട്, ചിലപ്പോൾ കിട്ടാതെ പോയവരുണ്ടാവും, ചിലപ്പോൾ ഇതൊന്നും നടന്നിട്ടേ ഉണ്ടാവില്ല. ഇത് പറയുമ്പോഴത്തേക്ക് പലരുടെയും ജീവിതത്തെ ബാധിക്കുന്നുണ്ടാവും. ഒന്നും ചെയ്യാത്തവരെ ചിലപ്പോൾ കരി വാരി തേച്ചതുപോലെ ആവും. പക്ഷേ ലൈക്ക് ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പഴയ മറ്റുള്ളത് പോലെ അല്ല. ലൈക്ക് എല്ലാവരും ഉറ്റുനോക്കി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ലൈക്ക് ബി കെയർഫുൾ. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കൊരു ബോധം വേണം ആദ്യം. ബോധമുണ്ടെങ്കിൽ പിന്നെ പൊക്കിക്കൊണ്ട് വരാതിരിക്കും. പറയുന്നത് അങ്ങനെ പോകണമെന്നല്ല, പോയിട്ടുണ്ടെങ്കിൽ അത് സ്വമേധയാ പോയിട്ടുണ്ടെങ്കിൽ. പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞത് വലിയൊരു എനിക്ക് മഹാപാപമല്ല. കാര്യം മനുഷ്യർ തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. റിലേഷൻഷിപ്സ് പോലെ തന്നെയാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. പോയിട്ടുണ്ടെങ്കിൽ അത് വിഷമമായിട്ട് തോന്നിയെങ്കിൽ അത് ഒന്നെങ്കിൽ അപ്പം തന്നെ അങ്ങ് പറയുക, ഇതിൽ നിന്ന് മാറുക. അതല്ലാതെ കുറേ വർഷങ്ങൾക്ക് ശേഷം എടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് കിട്ടാനാ? നമ്മൾ തന്നെ നാറുകയല്ലേ. നമ്മൾ തന്നെ അങ്ങനെ ആൾക്കാരെന്ത് വിചാരിക്കും? അപ്പോൾ അവൾ കുറേ കിടന്നിട്ടുണ്ടാവും ഇതിനു വേണ്ടി എന്നല്ലേ വിചാരിക്കുള്ളൂ. ഒരു സാധ്യത കൂടി ഞാൻ പറയുന്നതാണ്, ചിലപ്പോൾ 1-2 ആൾക്കാർ മുമ്പിലേക്ക് വന്നിട്ട് ഞാനിതിൽ പെട്ടുപോയെന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു ധൈര്യം കിട്ടിയിട്ട് പേടിച്ച് നിൽക്കുന്നവർക്കും വന്ന് പറയാനൊരു ഓപ്ഷൻ ഇല്ലേ? അതെ, അങ്ങനെയും പറയുന്നവരുണ്ടാവും. അല്ല, അങ്ങനെ പറയുന്നവരുണ്ടാവും. പക്ഷേ ഇത് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതിനെ ബാധിക്കുന്നത് ആരെയാണ്? ഇത് ബാധിക്കുന്നത് സ്വയം ഫാമിലിയെ ബാധിക്കും. ഇതിപ്പോൾ എല്ലാവരും അറിയും, പിന്നെ ആൾക്കാർ. പക്ഷെ അവർക്കിപ്പോൾ ചിലപ്പോൾ പ്രായമായി കാണും, അവർക്കിതൊന്നും അതിന് സിനിമ വേണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ സിനിമ കിട്ടിയതൊക്കെ അവർ മറന്നുപോയി കാണും, അവരിത്രയും വളർന്ന് വലുതായതൊക്കെ എങ്ങനെയാണെന്ന്. പക്ഷെ ആണായാലും പെണ്ണായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊക്കെ ഇപ്പോൾ പണ്ട് ശരിയാണ്, എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്, ഞാൻ ഇവരെ കൂടെ ഒന്ന് ഞാനും വെളിപ്പെടുത്താമെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്നത് എൻ്റെ പുറകെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്, എന്തിനാണ് അവരെയും കൂടെ ഇതിനെ നമ്മൾ ഇപ്പം എല്ലാവരും അറിയാൻ പോവുകയാണ് എനിക്കും ഇങ്ങനെ പറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ ചിലപ്പം എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി, എനിക്കതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഞാൻ എന്നെപ്പോലെ ആയിരിക്കില്ല എല്ലാവരും, മിക്കവാറും പേര് ആയിരിക്കില്ല. പക്ഷെ അവർ വളരെ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ചിലപ്പം ഇത് കേട്ടിട്ട് ഫാമിലിയിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്യാം, ചിലപ്പം നാണക്കേട് കാരണം എന്തൊക്കെ ചെയ്യാം. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ ബിഫോർ ഗിവിങ് എ കമൻറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. You should be very careful about what you're saying. You should be very confident about what you're saying. അപ്പോൾ എനിക്ക് വളരെ കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്നത് ചെയ്തിട്ടില്ല. എനിക്ക് എന്നെ വാതിൽ മുട്ടിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആരാന്നറിയില്ല. ഞാനപ്പോൾ റിപ്പോർട്ട് ചെയ്തു, ഞാൻ അപ്പോൾ പോലീസിനെ വിളിച്ച് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. ഇതൊക്കെ വന്നാൽ അങ്ങനെ കോൺഫിഡൻസ് എല്ലാവർക്കും വേണമെന്നില്ല. പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പലരുടെയും ഫാമിലിയും കൂടെ ബാധിക്കുന്നുള്ളതാണ് ഇതിൽ വരാൻ പോകുന്നത്. കാര്യം മക്കൾ ചിലപ്പോൾ അച്ഛന്മാരെ ഫേസ് ചെയ്യില്ല, ചിലപ്പം ഭാര്യ ഭർത്താവിനെ കളഞ്ഞിട്ട് പോവും, മകൾ വീട്ടിൽ വരാതിരിക്കും. ഇങ്ങനൊരു അമ്മയുടെ ആണോ അല്ലെങ്കിൽ ഇങ്ങനൊരു അച്ഛൻ്റെ ആണോ എന്നൊക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്രദറിൻ്റെ ആണോ ഇങ്ങനെ ഒരു സിസ്റ്ററിൻ്റെ ആണോ, ചിലപ്പോൾ അവർ പിന്നെ മിണ്ടാതെയാവും. ഇത് ബാധിക്കുന്ന വളരെ ഒരു സമൂഹത്തിനാണ് നിങ്ങൾ കുറച്ച് ആൾക്കാർ ചേർന്ന് ഈ ഒരു മനസ്സിലായി. ഓക്കെ മാം, ഇതിൽ ഒരു കാര്യം കൂടി ഇതിനുമായി ബന്ധപ്പെട്ടിട്ട് അവസരങ്ങൾ തഴയപ്പെടുന്നു പറയുന്നുണ്ട് പലരുടെയും. ശരിക്കും ഇതിലിപ്പോൾ ഒരു കുറച്ച് നാൾ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമായി നമ്മൾ നിൽക്കുമ്പോൾ എനിക്ക് നായിക ആ കുട്ടി മതി, അല്ലെങ്കിൽ ഈ പടത്തിൽ എൻ്റെ ഓപ്പോസിറ്റ് ഒരു വില്ലൻ ഇദ്ദേഹം മതിയെന്ന് പറയുന്നവരുണ്ടോ? ഒരു പുതിയൊരു നടിയെ അതിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ അത് വേണ്ട, എനിക്ക് മറ്റേത് മതി എന്ന് പറയുന്നവരുണ്ടോ? അത് അവരുടെ കംഫർട്ട് സോണാണ്. ഇപ്പം മറ്റൊരാളുടെ അവസരമല്ലേ അപ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത്? എത്രയോ ലക്ഷക്കണക്കിന് പുതിയ ആൾക്കാർ വരുന്നു. അതെ, കുറച്ച് സൈഡിൽ ഇങ്ങനെ അവരെ കംഫർട്ട് സോണിൽ അഭിനയിക്കുന്നവരുണ്ടെങ്കിൽ പോലും ഇപ്പോഴാണ് ശരിക്കും ഇത്രയും പേർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. എത്ര പേരാ സിനിമയിൽ. എന്നെയൊന്നും ആരും ഉണ്ടോന്ന് പോലും അന്വേഷിക്കാറില്ല. അതെ, എൻ്റെ ചോദ്യം അടുത്ത മാഡത്തിലേക്കാണ്. ഇത്രയും നാളെ മാം ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് 10-25 വർഷമാകാൻ പോകുന്നു.
മാഡത്തിന് ചെയ്തേക്കുന്ന ക്യാരക്ടറുകൾ ഇപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ചെയ്തു വന്നേക്കുന്ന ഇവർ ഒരാളും ആ ടൈമിൽ ഇങ്ങനൊരു ക്യാരക്ടർ മുമ്പോട്ട് ധൈര്യത്തിൽ വരില്ല. ആ ഒരു ക്യാരക്ടർ മാം ചെയ്തത് മാഡത്തിൻ്റെ ഒരു ചെറിയൊരു പ്രായത്തിൽ. അതിനുശേഷം ചെയ്തേക്കുന്ന ട്രിവാൻഡ്രം ലോഡ്ജ് ആയിക്കോട്ടെ, അതിനിപ്പുറത്തേക്ക് ആക്ഷൻ ഹീറോ ബിജുവിലൊക്കെ നല്ല ഗംഭീരമായിട്ടാണ് ചെയ്തേക്കുന്നത്. ആ കുറച്ച് പോർഷൻ ആണെങ്കിലും ഭയങ്കര രസമായിട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് മാഡത്തിന് പുതിയ പുതിയ അവസരങ്ങളിലേക്ക് മാഡം പോവാത്തതാണോ? എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് എനിക്ക് തലയിലെഴുത്തില്ല എന്നാണ് ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. അപ്പം ഒരു ഭാഗ്യം എന്നുള്ളൊരു ഒരു എലമെൻ്റ് ഇതിനകത്തുണ്ട്. നമുക്ക് പല നടന്മാരെയും നോക്കിയാൽ ഉർവശി ചേച്ചി എത്രയോ വർഷത്തിന് ശേഷം വന്ന് സ്റ്റേറ്റ് അവാർഡ് മേടിച്ചു. അത്രയും ടാലൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീയെ കുറച്ച് നാൾ തഴഞ്ഞിട്ടിരുന്നു ഇൻഡസ്ട്രി. പക്ഷേ ഒരു സമയമാകുമ്പോൾ നമ്മൾ തിരിച്ച് വരും. അപ്പം എനിക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭയങ്കര വിഷമമുണ്ട് എന്നെ പലരും സിനിമയിലേക്ക് വിളിക്കാത്തതിൽ. അത് എൻ്റെ കഴിവുകേടാണോ എന്ന് ചോദിച്ചാൽ മേ ബി കുറേയൊക്കെ. നമുക്കിതിനകത്തൊരു ഇത് വേണം നിൽക്കാൻ. നമുക്കിങ്ങനെ എല്ലാവരും PR വർക്ക്, നമുക്കിങ്ങനെ എല്ലാവരും എപ്പോഴും കോൺടാക്റ്റ് വയ്ക്കുക, ചോദിക്കുക. ഞാൻ വളരെ മടിച്ചിയും ഞാൻ ഇതോട്ടൊന്നും പോവാത്തൊരു വ്യക്തിയായതുകൊണ്ട് എൻ്റെ കഴിവുകേടാണോ കുറേയെന്ന് എനിക്കറിയില്ല. പക്ഷെ വളരെ നല്ല വിഷമമുണ്ട് വരാത്തതിൽ. പക്ഷെ പുതിയ കുറേ ആൾക്കാർ വരുന്നുണ്ട്. എന്നാൽ കിട്ടുന്നവർക്കെല്ലാം റോൾസ് കിട്ടുന്നുണ്ട്. ഇപ്പം അത് എൻ്റെ കഴിവുകേടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് മാഡത്തിൻ്റെ അഭിനയത്തിൽ കഴിവുകേടായിട്ടൊന്നും നമുക്ക് ആർക്കും തോന്നുന്നില്ല. ലൈക്ക് ടിപ്പിക്കൽ ഒരു സാധനം വേണ്ടെന്ന് തോന്നിയിട്ടാണോ? എല്ലാവർക്കും പുതിയത് കാണാനാണ് ഇഷ്ടം. പക്ഷെ ഇപ്പോഴും ഇല്ലേ ഒരുപാട് ആൾക്കാർ ഉൾപ്പെടെ എനിക്ക് ഭയങ്കര തോന്നിയിട്ടുണ്ട്. ഒരു 2-3 റോളെങ്കിലും അങ്ങനെയൊക്കെ കിട്ടിയിരുന്നെങ്കിലും. അല്ല, ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന വ്യക്തികളല്ലേ, എല്ലാവർക്കും തോന്നൂലേ? ഇപ്പം രാജു ഒരു റോൾ ചെയ്യുമ്പോഴത്തേക്ക് ഓഫ്കോഴ്സ് പലർക്കും തോന്നുമായിരിക്കും എനിക്ക് ആ റോള് കിട്ടിയിരുന്നില്ല. അതുപോലെ ഞാൻ പറയുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു സാധനം കിട്ടാത്തത് ഞാൻ വിശ്വസിക്കുന്നത് ഭാഗ്യം ഒരു ഫാക്ടർ ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സ് ആയിട്ടാണെങ്കിലും ഒരുപാട് ഇൻഡസ്ട്രിയിലും പ്രമുഖരായിട്ടായാലും മാം വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു കണക്ഷനിൽ ഭാഗ്യം മാത്രമല്ലല്ലോ, അവരും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ വിചാരിക്കണ്ടേ? അതെ, നമുക്ക് പോസ് ചെയ്യാൻ പറ്റുമോ? ഇവരൊക്കെ ആയിട്ട് കോണ്ടാക്റ്റിൽ ഇരിക്കുന്നില്ല എന്നുള്ള ഒരു വലിയൊരു കുറവായിട്ട് തോന്നുന്നുണ്ട്. അതായത് നമ്മളൊരു സൈഡിൽ എവിടെയെങ്കിലും അല്ല, ഞാൻ ഇത്രയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ സിനിമ കാണുമ്പോഴത്തേക്ക് വിളിക്കണമെങ്കിൽ വിളിക്കട്ടെ എന്നുള്ളത് കാര്യം. ഞാൻ പണ്ടേ അങ്ങനെ ഇങ്ങനെ ഇടിച്ചു വ്യക്തിയല്ല. പിന്നെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ സെറ്റിൽ പോയി കുഴപ്പമുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണോ. കാര്യം എനിക്കിങ്ങനെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ കരയും പെട്ടെന്ന്. എന്നെ ഇങ്ങനെ എന്തെങ്കിലും ഷൗട്ട് ചെയ്ത് പറഞ്ഞാൽ ധാരാ പറയണെന്ന് നോക്കണേ. നാട്ടുകാരുടെ സകല പ്രശ്നത്തിലും കയറി ഇടപെടുന്ന ആളാണ്. അല്ല, എനിക്ക് ഇങ്ങനെ ഷൗട്ട് ചെയ്താൽ തിരിച്ച് ഷൗട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ കരയും എന്തെങ്കിലുമൊക്കെ ഈ സെറ്റിൽ വരുമ്പോഴേ. അപ്പോൾ അവർക്കതൊരു ഇനിയും വിളിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടാവും. ശരി. സെറ്റിലൊരു കുഞ്ഞ് ഇഷ്യൂ ആണെങ്കിലും ആർക്കും താല്പര്യമില്ലാത്തതാണ്. അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് കരഞ്ഞൊരു മൊമെന്റ് പറഞ്ഞു. അത് ഏത് സിനിമ എന്ന് ഞാൻ പറയില്ല. വേണ്ട, നായകരും ഡയറക്ടറും പേര് പറഞ്ഞാൽ ഏത് സിനിമയെന്ന് പറയുന്നത്. ഒരു വളരെ നല്ലൊരു സിനിമയായിരുന്നു. പക്ഷേ എല്ലാവരുടെ ഇടയിൽ വെച്ചിട്ട് ഞാൻ എന്തോ ഒരു പോകുന്ന കാര്യമോ എന്തോ ചോദിച്ചപ്പോൾ, നേരത്തെ വിടാൻ പറ്റുമെന്നോ ചോദിച്ചപ്പോഴത്തേക്ക് ആ കൺട്രോളർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. ഇറ്റ്സ് ലൈക്ക് ഇറ്റ് വാസ് എ സോങ് സീക്വൻസ്. ഭയങ്കരമായിട്ട് എന്നെ അങ്ങ് ടാർണിഷ് ചെയ്തു എല്ലാവരും മുമ്പ് വെച്ച്. അവിടെ പോയിരിക്കുന്നു അങ്ങനെ എന്തോ പറഞ്ഞു. സോ എൻ്റെ സ്വഭാവം വെച്ചിട്ട് തിരിച്ച് ഷൗട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ മിക്കവാറും സംഭവിക്കുന്നത് ഞാൻ അവിടെ നിന്നും കരയും. അത് കരഞ്ഞപ്പോൾ അത് എല്ലാവരും കണ്ടു. വലിയൊരു സംഭവം. എനിക്ക് കരച്ചിൽ തുടങ്ങിയാൽ നിർത്താനും പറ്റില്ല. പിന്നെ ഒരു അരമണിക്കൂറോളം ഞാൻ കാരവനിലൊക്കെ പോയി കരഞ്ഞു. പിന്നെ അന്ന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഷൂട്ടിംഗ് കുറച്ച് സമയം മാറ്റി വെച്ചു. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ സിനിമയിലേക്ക് വിളിക്കാൻ ചിലപ്പം ഒരു സെറ്റിൽ സംഭവിച്ചാൽ ഇത് ഭയങ്കരമായിട്ട് പരക്കും എന്നറിയാമല്ലോ. അപ്പോൾ എല്ലാവരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരാളെ വേണോ എന്നുള്ളതാണ്. അത് മേ ബി വേറെ ഇഷ്യൂസ് ഒന്നും ആയിരിക്കില്ല. എല്ലാവർക്കും പെട്ടെന്ന് സിനിമ വളരെ കംഫർട്ടബിളായിട്ട് ഉള്ളതായിരിക്കും. പക്ഷേ ഇതൊക്കെ ഒരു ചെറിയ ഇൻസിഡൻസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരുപാട് യങ്സ്റ്റേഴ്സിനൂടെ വർക്ക് ചെയ്ത് ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു നടിയാണ് ഞാൻ. ഇപ്പോഴത്തെ മിക്കവാറും പല പുതിയ ലൂക്ക ഉൾപ്പെടെ, അരുൺ ബോസ് ഉൾപ്പെടെ, നമ്മുടെ ഈ ഗഗനാചാരി അരുൺ ചന്തുവിൻ്റെ കൂടെ ഫസ്റ്റ് സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ യങ്സ്റ്റേഴ്സിനൂടെ ഭയങ്കര വൈബുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു എല്ലാ വൈബുള്ള DOPസിൻ്റെ അടുത്ത് നിമിഷ, നമ്മുടെ എന്താ പറയുക, ജോമോൻ ഉൾപ്പെടെ ഗിരീഷ് ഉൾപ്പെടെ എല്ലാ യങ്സ്റ്റേഴ്സിനൂടെയും വർക്ക് ചെയ്യാൻ, എല്ലാ നടന്മാരുടെയും വർക്ക് ചെയ്യാൻ, നിവിൻ, ഫഹദ്, പൃഥ്വി, അങ്ങനെ വലിയ ഇത്രയും ടാലൻ്റ് ആണല്ലോ ഓരോരുത്തരും. നമ്മൾ അങ്ങോട്ട് ബേസിൽ, നീരജ്, അങ്ങനെ എടുത്തു പറഞ്ഞാൽ
ഓൾമോസ്റ്റ് എല്ലാ യങ്സ്റ്റേഴ്സിൻ്റെ കൂടെയും ഓൾമോസ്റ്റ് വലിയ വലിയ റോൾസ് അല്ലെങ്കിൽ പോലും ഓൾമോസ്റ്റ് എല്ലാ ഡയറക്ടേഴ്സിൻ്റെ കൂടെയും DOPസിൻ്റെ കൂടെയും വളരെ നല്ല രസമായിട്ട് വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഒരു കാര്യം ചോദിക്കുകയാണ്, ഈ വർക്ക് ചെയ്തവരുടെ കൂട്ടത്തിൽ ഫ്രണ്ടിൽ ഈ ആക്ട് ചെയ്യുന്നത് അതൊരു മാജിക്കായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന ഒരു ഡെഡിക്കേഷൻ ഭയങ്കര ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടൻ ഭയങ്കര കൂളായിട്ടുണ്ട്. ഞാൻ കനൽ എന്നൊരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പം ലാലേട്ടൻ ഇപ്പുറത്തിരിക്കുന്നു, പ്രതാപേട്ടൻ ഇപ്പുറത്തിരിക്കുന്നു. അതായത് നമ്മൾ സംസാരിക്കുന്നത് വളരെ കോമഡി ഭയങ്കര സാധനമായിരിക്കും. അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ഡു യു ഹാവ് എ ഗൺ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് യെസ് ഐ ഹാവ് എന്ന് പറയണം ഞാൻ. ലാലേട്ടൻ്റെ അടുത്ത് ടേക്ക് പറഞ്ഞു, ലാലേട്ടൻ ഇറങ്ങി പോയി ഡു ഹാവ് എ ഗൺ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അന്ന് വിട്ട് നിൽക്കുക. പുള്ളി ഇത്രയും കോമഡി പറഞ്ഞിരുന്നിട്ട് സെക്കൻഡിൽ അങ്ങ് മാറുന്നത്. പക്ഷെ അന്നോട്ടൊക്കെ ഞാൻ കുറച്ചും കൂടെ പഠിച്ചു. എനിക്കിപ്പം കരയാൻ ഗ്ലിസറിൻ വേണ്ട. നമുക്കൊരു നമ്മളൊന്ന് വിചാരിച്ചാൽ നമുക്ക് ഇപ്പം ഞാനൊരു സോങ് ചെയ്തു. ഇപ്പൊ ഒന്ന് കരയാമോ? എനിക്ക് ഒരു കുറച്ച് സെക്കൻഡ്സ് ഞാൻ വളരെ ഹാപ്പി മൂഡിലിരിക്കണം. ഇല്ല, ഞാൻ ശരിയാക്കി തരാം. ഇതെങ്ങനെ ഞാൻ ഈ മൊമെന്റ് ഇപ്പൊ ഇല്ലാണ്ടാക്കണം. ഓക്കെ, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആലോചിക്കും. ഞാനിപ്പോൾ ചെയ്ത സോങ്ങിൽ ഇപ്പം ഞാൻ അവസാനം ചെയ്തത് ഞാൻ പറയില്ലേ, ലൂക്കയുടെ റൈറ്ററും ഒരു വളരെ ഭയങ്കര യങ്സ്റ്റേഴ്സിനോട് ഒരു സോങ് ചെയ്തു. അപ്പോൾ അതിൽ മെയിനായിട്ട് ഞാനാണ് അതിനകത്ത് ചെയ്തത്. അപ്പം 2 സ്ഥലത്തും എനിക്ക് ഗ്ലിസറിന് യൂസ് ചെയ്യേണ്ടി വന്നില്ല. ഇതൊക്കെ കുറച്ച് ആർട്ടിസ്റ്റിനെ നിന്ന് പഠിച്ച ഒരു സംഭവമാണെന്ന് തോന്നുന്നു. നമ്മളിത് മീൻസ് നമ്മളത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഗ്ലിസറിനില്ല ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നന്നായിട്ട് കരയാൻ പറ്റും. പക്ഷേ അത് ലൈഫിൽ കുറേ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. വളരെ ജോവിയിലായിട്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് കരയാൻ പറഞ്ഞാൽ പറ്റുമോയെന്നറിയില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ടുള്ളത് ലാലേട്ടനാണ്. മമ്മൂക്ക സച്ച് എ വണ്ടർഫുൾ ഗൈ. നമ്മൾ വിചാരിക്കുന്ന ഒരു വ്യക്തിയേ അല്ല, ഇത്രയും ജെന്യുവൻ ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മമ്മൂക്കയാണെന്ന് പറയും. കാര്യം എത്ര ഈ ആൾക്കാർ ദേഷ്യമാണ് മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞാലും മമ്മൂക്ക ഇസ് എ സ്വീറ്റ് ആർട്ട്. ഭയങ്കര അപ്പം ദേഷ്യപ്പെടുന്നത് ഇങ്ങനെ എടുക്കുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഒരു ഭയങ്കര ജെന്യുവനാ. And Prithvi is like very awesome, വേറെ ലെവൽ ക്ലാസ്. ഒരു ഫാദർ ഇസ് വെരി സോഷ്യൽ, വെരി ഡൗൺ ടു എർത്ത്. അതായത് ഇങ്ങനെ നമ്മൾ മറിയമുക്കിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ രാവിലെ 5 മണി വരെ വർക്ക് ചെയ്യും. അവിടെ എവിടെയും കിടന്നുറങ്ങും. കാരവലിൻ്റെ ഇടയിലൊക്കെ കിടന്നുറങ്ങും, ആൾക്കാരുടെ ഇടയിലൊക്കെ. ഹി ഡസൻ കെയർ, ആരൊന്നും അങ്ങനെയൊന്നും ഇല്ല. പക്ക ഒരു ആർട്ടിസ്റ്റാണ്. നിവിന് ഭയങ്കര ഒരു കുട്ടിയാണ് ഇപ്പോഴും. പറയാന്നല്ലേ, ചക്കരയെന്ന് വിളിക്കാൻ തോന്നുന്നു. ബേസിൽ മെച്ചുവേർഡ് ഗൈ. എന്താണ്, വളരെ നന്നായിട്ട് ഫീൽഡിൽ നിൽക്കാൻ പഠിച്ചൊരു വ്യക്തി. കാര്യം കാര്യം ബേസിലിന് എവിടെ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എല്ലാം ഒന്നറിയാവുന്ന വളരെ നല്ലൊരു വിനീത് ഓൾസോ. ഓക്കെ, അടിപൊളി. അപ്പോൾ എന്തായാലും വലിയൊരു ഹിസ്റ്ററിയാണ് ഇതിന്റെ പുറകിൽ. കാര്യം ഞാൻ ഗോകുലിലൂടെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എല്ലാവരെയും അറിയാം, പക്ഷെ ആരുമായിട്ട് ഞാൻ അജുവിൻ്റെ കൂടെ എല്ലാവരുടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരുമായിട്ട് ഞാൻ വലിയ സിദ്ധാർത്ഥ് ഭരതൻ ഇസ് മൈ ഫ്രണ്ട് അങ്ങനെ ചോദിച്ചാൽ എല്ലാവരുടെ അടുത്തും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും അറിയാം. പക്ഷെ ഒരു മിസ്യൂസ് അവരെ പോയി ഫോഴ്സ് ചെയ്തിട്ട് എനിക്ക് റോള് തരുമോ ചോദിക്കാൻ എനിക്കൊരു വരും. എന്തായാലും വരും. നമ്മള് വരാനുള്ള വഴി തങ്ങില്ല, എന്തായാലും വരും. അപ്പോൾ എന്തായാലും ഇനി മുമ്പോട്ടുള്ള യാത്രകളിൽ ഒരുപാട് റോളുകൾ നമ്മുടെ ദേവി അജിത്ത് എന്ന് പറഞ്ഞ ഒരാൾ മലയാളികളുടെ ഇടയിലേക്ക് ഇനിയും വേണം, ഇനിയും വരട്ടെ. ഒരുപാട് നല്ല റോളുകൾ. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ഒരു കുറവുകൊണ്ടോ നല്ല പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ കുറവായിട്ടൊന്നല്ല, എൻ്റെ കുറേ സ്വഭാവ ദൂഷ്യങ്ങളും കൂടെ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. നോക്കാം, പഠിക്കാനുള്ള സമയമായിരിക്കണം. നോക്കാം. പിന്നെ നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച്. ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സിന് അവർ വരണം, കൂടുതൽ വരണം. കാരണം ഈ പറഞ്ഞ സോ കോൾഡ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ അതൊന്നുമില്ലാതെ വളരെ പവർഫുള്ളായിട്ട് നിൽക്കാൻ പറ്റുന്ന, അഭിനയത്തിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ബിക്കോസ് നമുക്ക് പവർ മണി നമ്മുടെ കയ്യിലാണ്.
അവിടെ നമുക്ക് മറ്റുള്ളവർ അഡ്ജസ്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായി. പക്ഷേ ചോദിച്ചില്ലേ അത് വന്നാൽ നല്ലതാണോ എന്ന്, ഇറ്റ്സ് നമുക്ക് പറ്റുന്ന ഒരു. ഇനി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? കാശില്ല, എല്ലാം വരട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ എമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ, അത് ഒരു സൈഡിൽ നടക്കണ്ട, അതിന്റെ സത്യാവസ്ഥ എന്തെങ്കിലും അതിലോട്ടൊന്നും പോകാൻ ഐ മീൻ നോട്ട് ഇൻട്രസ്റ്റഡ്. ഞാൻ പറയില്ലേ, ഞാൻ വളരെ ഒതുങ്ങി താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യമില്ല ഇടപെടാൻ. കാര്യം അവരുടെ ലൈഫ് അവർ കെയർഫുൾ ആയിരുന്നാൽ എല്ലാവർക്കും നല്ലത്. എല്ലാവരുടെ ലൈഫും അവസാനം എന്ന് പറയുന്നത് അവരുടെ ലൈഫ് ഫാമിലി മാത്രമാണ്. കെയർഫുൾ ആയിരുന്നാൽ എല്ലാവർക്കും നല്ലത്. ഞാൻ പറഞ്ഞില്ല, ഈ ഇൻഡസ്ട്രി ഇവിടെ നിൽക്കില്ല. ഈ ഇൻഡസ്ട്രി ഒരുപാട് വളരാൻ പോകുന്നു, വളർന്നുകൊണ്ടേയിരിക്കും. ഇതൊന്നും അതിനെ ബാധിക്കില്ല. അതെ. ഇനി ഈ ഗ്യാപ്പിൽ സീരിയലിലേക്ക് തിരിച്ചു പോകാൻ സാധ്യതയുണ്ടോ? ഈ സീരിയലിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് വളരെ ഇങ്ങനെ മെയ്ഡപ്പ് ആയിട്ടുള്ള റോൾസ് എന്നെ കൊണ്ട് പറ്റില്ല. അല്ല, എനിക്കിങ്ങനെ ഉടുത്തൊരുങ്ങി എൻ്റെ അടുത്ത് രാത്രി മാലയിട്ടും പട്ടുസാരി ഉടുത്ത് കിടക്കാൻ പറഞ്ഞാൽ ഐ മേ നോട്ട് ബി കംഫർട്ടബിൾ. ഉറങ്ങുമ്പോഴും എനിക്ക് അതൊന്നും ഇട്ട് കിടക്കാന്ന് വെച്ചാൽ എന്നെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ സീരിയൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്, 4-5 സീരിയൽസ് ചെയ്തിട്ടുണ്ട്. ഞാൻ സീരിയലിലൂടെയാണ് അഭിനയത്തിലേക്ക് വരുന്നത്. ശ്യാമപ്രസാദ് എന്നുള്ള വളരെ ഫേമസ് ഡയറക്ടറിൻ്റെ മണൽ നഗർ എന്നുള്ള സീരിയലിലൂടെയാണ് ഞാൻ സിനിമയിൽ അഭിനയ രംഗത്തേക്ക് വരുന്നത്. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു സീരിയലിലും എനിക്ക് മാക്സിമം മേക്കപ്പും ആക്സസറീസും ഇടാത്ത സീരിയലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ചെയ്യുന്നവർ ഒട്ടും മോശം എന്നല്ല, വളരെ നല്ല സീരിയൽസ് ഉണ്ട്, ഒരുപാട് നല്ല ആർട്ടിസ്റ്റ് ഉണ്ട്, സിനിമയിലുള്ളവർ മുഴുവൻ സീരിയൽ വരുന്നുണ്ട്. ഇറ്റ്സ് ഓൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം വേണ്ട. ഓക്കെ. അപ്പോൾ എന്തായാലും മാം, എന്തായാലും വളരെ സന്തോഷം. കുറച്ച് നേരം നമുക്കൊപ്പം ചിലവഴിച്ചതിന് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രിയിലേക്ക് ഇനി വീണ്ടും ഒരു വലിയൊരു തിരിച്ചറിവ് വരെ ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. വരട്ടെ, എത്രയും ഉറപ്പായിട്ടും. ഓക്കെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ.